ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ക്രിയേറ്റീവ് കിഡീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇടുക്കിയിലുള്ള കുമിളിയിലെ തേക്കടി റോസ് പാർക്കിലാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് മുൻപത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇപ്പോൾ മുകളിൽ കാണിക്കുന്ന ഐ ബട്ടണിലും കൊടുത്തേക്കാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് തേക്കടി റോസ് പാർക്കിലാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ നല്ല എന്താ പറയുക ക്ലീൻ ആൻഡ് നീറ്റാണ്. അപ്പോൾ കോവിഡ് ആയതുകൊണ്ട് തന്നെ മാസ്ക്, സാനിറ്റൈസർ, അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇതൊക്കെ നിങ്ങൾ പാലിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ എൻട്രൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ റൈഡുകൾക്കും കൂടിയിട്ട് 400 റുപ്പീസാണ് ഒരാൾക്കാണ് കേട്ടോ. 400 റുപ്പീസ്. അപ്പോൾ എൻട്രി മാത്രമാണെങ്കിൽ 100 റുപ്പീസ് ഉള്ളൂ ഒരാൾക്ക്. പക്ഷേ അതായത് എല്ലാ റൈഡ്സിനും കൂടിയിട്ട് 400 റുപ്പീസാണ്. അപ്പോൾ അത് നമുക്ക് ഇത്ര റൈഡുകളെന്നുണ്ട്. അപ്പോൾ ആ റൈഡുകളിലൊക്കെ എല്ലാ റൈഡിലും നമുക്ക് കയറാം. അപ്പോൾ അതിന് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് വേണമെങ്കിൽ 2 പ്രാവശ്യം കയറാം. അപ്പോൾ ഒരെണ്ണം ക്യാൻസൽ ചെയ്യും. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സാനിറ്റൈസ് ചെയ്തിട്ട് തന്നെ ഇടയ്ക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ എന്താ പറയുക ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ടാണ് കിടത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി നടക്കാമല്ലേ. അപ്പോൾ ആദ്യം റൈഡിൽ കയറിയത് ഞാനാണ്. അപ്പോൾ സ്കൈ സൈക്കിളിനെയാണ് നമ്മൾ ആദ്യം കയറിയത്. 100 റുപ്പിയാണ് കേട്ടോ അതിൽ കയറാനായിട്ട്. അപ്പോൾ ആദ്യം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ആദ്യം പോർട്രേറ്റിലെടുത്തു, പിന്നെയാണ് ലാൻഡ്സ്കേപ്പിലേക്ക് മാറിയത്. അത് കാരണം മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര പെട്ടെന്ന് കഴിഞ്ഞു, പക്ഷെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ഒരു റൈഡിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ കയറിക്കോളൂ. വാട്ടർ സൈക്കിളിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടെ തന്നെ എന്താ പറയുക പെഡൽ ബോട്ടുണ്ട്. നമ്മൾ അതിലേ പോയതാണ്. പിന്നെ നമ്മളൊക്കെ ഒരു പ്രാവശ്യം പോയിട്ടൊക്കെ ഉണ്ട്, ഒരു പ്രാവശ്യം വേറെ സ്ഥലത്ത്. അപ്പോൾ എന്താണ് വാട്ടർ സൈക്കിൾ ഈ സംഭവത്തേക്കാണ് കയറുന്നത്. കണ്ടില്ല എന്താണെന്ന് അറിയില്ല, നോക്കാം. ആദ്യം ഞാനാണ് വാട്ടർ സൈക്കിളിൽ കയറിയത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച് സൈക്കിൾ ഓടിക്കുന്ന പോലെ ഈസിയാണ്, പക്ഷേ അത്രയ്ക്ക് ഈസിയൊന്നുമല്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് എന്താ പറയുക സ്പീഡിലൊന്നും പോയില്ല. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, ഇഷ്ടമായി. ഇനി പിന്നെ കയറിയത് ആലിയാണ്. അപ്പോൾ നമുക്കിനി ആലിയുടെ കാണാം അല്ലേ. ഒരു ഫോട്ടോ എടുക്കട്ടെ ശരിക്കേ. എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിയ സൈക്കിൾ ചവിട്ടിയപ്പോൾ അവൾക്കത് തിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൾ വിചാരിച്ചു ഇനി എന്താ പറയുക തിരിച്ച് അവിടേക്ക് എത്താൻ പറ്റില്ലെന്ന്. അപ്പോൾ ആകെ കരച്ചിലായി. അതാണ് ഉണ്ടായത്. പിന്നെ ശരിയായിട്ടോ. പിന്നെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് റോപ്പ് വേയുടെ പോലത്തെ തന്നെ ഒരു എന്താ പറയുക അഡ്വഞ്ചർ റൈഡാണ്. അപ്പോൾ ആദ്യം കയറിയത് അമ്മയാണ്, പിന്നെ ഞാൻ കയറി. ഇപ്പോൾ പോകുന്നത് ഞാനാണ്. പെട്ടെന്ന് കഴിഞ്ഞു. നമ്മൾ വിചാരിക്കുന്ന എന്താ പറയുക 20 സെക്കൻഡുള്ളൂ, അപ്പോഴേക്കും കഴിഞ്ഞു. പിന്നെ നമ്മൾ കയറിയത് ആൻലിയാണ്. അപ്പോൾ ആൻലിക്ക് ഞങ്ങളൊക്കെ കയറിയപ്പോൾ അവൾക്കും കയറണം എന്നൊരാഗ്രഹം. അപ്പോൾ ആൻലിയും കയറി. അടിപൊളിയായിരുന്നു അത് അല്ല ആൻലി? അല്ലേ. പിന്നെ റോസ് പാർക്കിൽ തന്നെ അവരുടെ തന്നെ ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട്. അപ്പോൾ അവിടെ പലതരത്തിലുള്ള ചെടികളൊക്കെ ഉണ്ട്. പിന്നെ കാക്ടസ് ആയിരുന്നു മെയിൻ. പിന്നെ പലതരത്തിലുള്ള ചെടികൾ
നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് അവിടെ തൊടാനൊന്നുള്ള ഒരു അനുവാദമില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ചെടികൾ നല്ല ഭംഗിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ പല ഈ കാക്ടസിനും മുള്ളുകളൊക്കെ അലർജിക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൊട്ട് കഴിഞ്ഞാലും നമുക്ക് വല്ല അലർജീസ് വരാനുള്ള കാരണമുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ്, അത് കഴിഞ്ഞു പോയി. പിന്നെ അതാ പലതരത്തിലുള്ള കാക്ടസ്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, കാണുന്ന ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. തൊടാനൊന്നും പാടില്ല എന്ന് അവർ എഴുതിയും വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ പലതരത്തിലുള്ള വെറൈറ്റീസ് ഉണ്ടായിരുന്നു, കണ്ടില്ലേ എന്ത് രസമാണ്. ഒരെണ്ണം ഇങ്ങനെ ഒടിഞ്ഞ് വീണിട്ടുണ്ട്. പിന്നെ അതാ ഇങ്ങനത്തെ കുറേ കാക്ടസ് ഉണ്ട് അവിടെ, കണ്ടില്ലേ. ഇത് കണ്ടില്ലേ, ഏറ്റവും എന്താ പറയുക ലോങ്ങസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് ഇവിടെ കാണാനുള്ളത്. ഇതല്ല കേട്ടോ, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഏറ്റവും മുകളിലായിട്ട് എന്താ പറയുക നല്ല ഉയരമുള്ളതുണ്ട്. പിന്നെ അതാ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് കാക്ടസിന് നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റി. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതേപോലത്തെ പല പല വെറൈറ്റീസൊക്കെ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗ്യമില്ലേ. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇതേപോലത്തെ എന്താ പറയുക ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് ആദ്യമായിട്ടാണ്. അതായത് ഇങ്ങനെ പലതരത്തിലുള്ള കാക്ടസ്, നമ്മൾ ഈ ഫ്ലവേഴ്സിൻ്റെയൊക്കെയാണ് പ്രധാനമായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി കാണാമല്ലേ. അപ്പോൾ കുട്ടികൾക്കായിട്ടുള്ള കിഡ്സ് പാർക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻലി അതുമ്മ കയറി കുറേ നേരം കളിച്ചു. ഒരു 7 മണി വരെ അവൾ അതുമ്മ കളിച്ചു. അപ്പോൾ ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ആൻലിയ നമ്മളുടെ പെഡൽ ബോട്ടും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ആൻലി പെഡൽ ബോട്ടുമ്മ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു ഹാഫ് ഡേ നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് റോസ് പാർക്ക് തേക്കടി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് ഒന്ന് വന്ന് നോക്കൂ, അടിപൊളി സ്ഥലമാണ്. നമുക്കിപ്പോൾ അടിപൊളി എന്താ പറയുക ഫോട്ടോസൊക്കെ എടുക്കാനും, അതുപോലെ തന്നെ ഗെയിംസ് ആയാലും റൈഡുകളായാലും, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക സൂപ്പർ സ്ഥലം തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു.